ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നെല്ലിക്ക അച്ചാറ്. 3 മാസം മുമ്പ് ഞാൻ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുണ്ടാവും. നെല്ലിക്ക പരിക്കുന്നത് ഉപ്പിലിടുന്ന കാണാതിപ്പുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യത്തെ കമന്റിൽ നോക്കിയാൽ മതി. ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് പിന്നെ നോക്കിയിട്ടേ ഇല്ല. ഇന്ന് നോക്കിയിട്ട് പറയാം. ഞാൻ ഇതിന്റെ മൂട് തുറന്നു നോക്കുന്നു. ഇതിന്റെ മുകളിലെല്ലാം പാട കെട്ടിയിട്ടുണ്ട്. അത് ഉപ്പിന്റെ മിന്നാഗിരിയുടെ എല്ലാം പാട. ഇതിന്റെ പാട ഞാൻ നല്ല എടുക്കുന്നു. ഇതന്നെ പാടം. ഇങ്ങനത്തെ പാടം ഉണ്ടെങ്കിൽ നെല്ലിക്ക പൊട്ടായിട്ടുണ്ടായില്ലാന്ന് അതിന്റെ അർത്ഥം. ഈ പാടം എടുത്തോണ്ട് അതിന് അധികം കാലം നിക്കില്ല. പാടം ഉണ്ടാകുമ്പോ എത്ര വേണമെങ്കിൽ നിൽക്കും. ഇനി വേഗം എടുത്ത് തീർക്കണം. നെല്ലിക്ക ഒന്നും ആയിട്ടില്ല, ഇട്ടണക്കുന്നുണ്ട്. ഇത് നെല്ലിക്ക ഇടുമ്പോഴേ അതിന് പുള്ളിയെല്ലാം ഉണ്ടായിന്. ആ പുള്ളിയേ ഇല്ല, പൂപ്പല്ലൊന്നും പിടിക്കാനായിട്ടില്ല. ഇത് 3 മാസമായി വരണില്ല തന്നെ. ഞങ്ങക്ക് ഓണത്തിന്റെ സമയത്ത് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതിലെല്ലാം പോയി. അതുകൊണ്ട് ഇപ്പൊ സമയം കിട്ടി അങ്ങനെ എടുക്കുന്നത്. ഇന്ന് അച്ചാർ ആക്കുന്നു. ഇത് നെല്ലിക്ക. ഇത് നേരത്തെ ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടത്, മണം പോകുക. കടുക്, കരിയാമ്പല, വെളുത്തുള്ളി ഉരിഞ്ഞു വെച്ചത്, ഇഞ്ചി മുറിച്ച് വെച്ചത്, വിനാഗിരിയുടെ വെള്ളം, ഉലുവ പൊടിച്ചത്, അച്ചാർ പൊടി ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇളക്കണം. ഇതപ്പോ ഇനി പാചകം ചെയ്യുമ്പോ നിങ്ങളെ കാണിക്കാം. തീ പാങ്ങിന് പറ്റി ഞാൻ ചട്ടി തീമാക്കുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഞാൻ കടുക് ഇടുന്നു. ഇനി വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി പച്ചമണം മാറുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇഞ്ചി മുറിച്ചതിടുന്നു. ഇത് കരിയാമ്പല ഇടുന്നു. ഇനി ഉലുവപ്പൊടി ഇടുന്നു. കായപ്പൊടി നേരത്തെ പറഞ്ഞിട്ടില്ല, കുറച്ചിടുന്നു. ഇത് ചൂടുവെള്ളത്തിൽ അച്ചാർ പൊടി ഇട്ടത്. ഇത് ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചത്, മണക്കാതിരിക്കാൻ വേണ്ടിട്ട്. പാങ്ങിലിറക്കണം, അല്ലെങ്കിൽ അടിക്കൊടിക്കും. ഇത് അടി നല്ലോണം കട്ടിയില്ലേ തകില. നെല്ലിക്കര വെള്ളം അധികം എടുക്കുന്നില്ല, വെള്ളായിപ്പോയാലോ. അത് വേണ്ട നമുക്ക് വെള്ളം കൂട്ടാം. ഇത് പാങ്ങിൽ ഇളക്കിയിട്ടല്ലേ യോജിപ്പിക്കട്ടെ. അച്ചാറ് റെഡിയായി. ഇനി ഞാൻ മറ്റേ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അലുമിനിയില് വിനാഗിരി ഒഴിച്ചുകൂടാ. അങ്ങനെ സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു വെക്കുന്നു. ഇനി തണിയാകുമ്പോ കുപ്പിയിലേക്ക് ആക്കും. ഇത് വിനാഗിരി ഒഴിക്കുന്നത്. അച്ചാറ് റെഡിയായി. അച്ചാറ് പാങ്ങുണ്ടോക്കട്ട്. 2 ദിവസം കഴിഞ്ഞിട്ടേ പാങ്ങല് ഉപ്പെല്ലാം പിടിച്ചിട്ട് നമ്മളെ പാങ്ങുണ്ടാവും. ഇത് നെല്ലിക്കൊക്കെ പിടിച്ചിന്, അരപ്പിന് പിടിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര എരിവെല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഒരു നെല്ലിക്കും കൂടി ഞാൻ തിന്നോക്കട്ട്. ഓ, നെല്ലിക്ക നല്ല പാങ്ങുണ്ട്. ഉപ്പെല്ലാം പാങ്ങില് കുടിച്ചിന്. ഈ ചാറിന് ഉപ്പ് പിടിക്കണമെങ്കിൽ 2 ദിവസം കഴിയണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.